മോളെ, ഈ അവസ്ഥയിൽ നിന്നോട് എന്താ പറയാന്ന് എനിക്കറിയില്ല. കുടുംബത്തിന് വേണ്ടപ്പെട്ട എല്ലാ നിമിഷങ്ങളിലും നിന്നെ ഒരു അടിമയെ പോലെ ഞങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. അമ്മയോട് ക്ഷമിക്കണേ മോളെ. പേടിക്കണ്ട അമ്മ. ദൈവമന്ത്രങ്ങൾ ഇതുവരെ ഒഴിഞ്ഞിട്ടില്ലാത്തൊരു നാവ എന്റെ അച്ഛൻ്റെത്. അച്ഛന്റെ പ്രാർത്ഥന കേട്ടില്ലെങ്കില് ഭഗവാൻ പിന്നെ വേറെന്ത് കേൾക്കാനാ? അച്ഛൻ പ്രിയങ്കയും കൂട്ടി വരും. അമ്മ സമാധാനിക്കേ. നേരം വെളുക്കുന്നത് വരെ ക്ഷേത്രത്തിൽ നീ ഒറ്റയ്ക്ക. എന്തെങ്കിലും അപായത്തിന്റെ സൂചന കിട്ടിയാ? ഇല്ല അമ്മ, എനിക്കൊരു പേടിയുമില്ല. ഭഗവാൻ എന്റെ കൂടെയുണ്ട്. അതെ, പ്രിയങ്ക ഒരു കുരുത്തക്കേട് കാണിച്ചതുകൊണ്ട് മാത്രമാ നിന്റെ മുമ്പിൽ ഇങ്ങനെ യാചിച്ച് ഞങ്ങൾക്ക് നിൽക്കേണ്ടി വരുന്നത്. അതൊരു അവസരമായിട്ട് ഉപയോഗിക്കരുത്. അകത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോ പ്രിയങ്കയുടെയും വരുണിന്റെയും ജീവിതത്തെക്കുറിച്ച് മാത്രമേ പ്രാർത്ഥിക്കാവൂ. അല്ലാതെ വരുണിനെ കുറിച്ച് വേറെ ഒരു ചിന്ത നിന്റെ മനസ്സിൽ വരാൻ പാടില്ല. മനസ്സിലായോ? പിന്നെ പ്രിയങ്കയും കുട്ടി ദേവൻ തിരിച്ചെത്തിയ അപ്പൊ വ്രതം തീർന്നില്ല, എഴുന്നേക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് ബഹളം വെക്കരുത്. മാറിപ്പൊയ്ക്കൊള്ളണം എവിടേക്കെങ്കിലും. അമ്മ ഒന്നും മിണ്ടാതിരുന്നേ. മോള് നടയിലേക്ക് ചെല്ലേ. നിന്റെ പ്രാർത്ഥനയാ നമുക്ക് രക്ഷാകവചം. ഇപ്പൊ പോലും അവളെ വേദനിപ്പിക്കാതെ അമ്മയ്ക്ക് സമാധാനം കിട്ടില്ലല്ലേ? പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയണം. അതാ എന്റെ ശീലം. നിഞ്ഞു വന്നേ. ഭഗവാനെ, ഞാനൊരു പകരക്കാരിയാ. പക്ഷെ എന്റെ അച്ഛനെയും അമ്മയും എന്റെ കുടുംബത്തെയും രക്ഷിക്കാൻ ഇതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. അടിയന്റെ പ്രാർത്ഥന അവിടുന്ന് സ്വീകരിക്കണം. വരുണിന് വേണ്ടി ഇന്നിവിടെ നടക്കുന്ന ഈ പൂജ ഒരു കുറവുമില്ലാതെ അനുഗ്രഹിക്കപ്പെടണം.